ഹലോ ഡിയേഴ്സ് മക്കളെ, അപ്പോൾ നമ്മുടെ ആനുവൽ എക്സാം നമ്മുടെ മുന്നിൽ വളരെ അടുത്തെത്തി കഴിഞ്ഞു. എല്ലാവരും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാകും. നമ്മുടെ യൂട്യൂബിലുള്ള ലൈവ് ക്ലാസ്സുകളെല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് കണ്ട് പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ആ കുട്ടികളുടെയൊക്കെ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താ നമുക്ക് മാത്രം ഇങ്ങനെ ഓൺലൈൻ ട്യൂഷൻ ബാച്ച് ഒന്നും ഇല്ലാത്ത? സൈലത്തിന് ലേണിംഗ് ആപ്പ് ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് മാത്രം എന്തില്ല, ലേണിംഗ് ആപ്പ് ഇല്ലല്ലോ, ഓൺലൈൻ ട്യൂഷൻ ബാച്ച് ഇല്ലല്ലോ എന്നതിൻ്റെ ഒരു ആൻസറുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹപ്രകാരം അല്ലെങ്കിൽ ആവശ്യപ്രകാരം നിങ്ങളുടെ അടുത്ത ക്ലാസ് ആയിട്ടുള്ള 8ാം ക്ലാസ്സിലേക്കുള്ള ഓൺലൈൻ ട്യൂഷൻ ബാച്ചിനെ സൈലം പ്രസന്റ് ചെയ്യാണ്, യോധ ബാച്ച്. ഓൾറെഡി നമ്മുടെ ലൈവ് ക്ലാസ്സുകളിലെല്ലാം നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞതാണ്. അപ്പോൾ യോധ ബാച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ബാച്ചിനെ കുറിച്ച് നിങ്ങളോട് എനിക്ക് പറയാനുണ്ട്. അപ്പോൾ നിങ്ങളത് വിശദമായിട്ട് കേട്ട് നിങ്ങൾ തീരുമാനിക്കുക, ഈ ബാച്ചിൽ ജോയിൻ ചെയ്യണോ ജോയിൻ ചെയ്യണ്ടയോ എന്നുള്ളത് കേട്ടോ. പിന്നെ അത് കൂടാതെ തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, അടുത്ത വർഷം നമ്മൾ പോകാൻ പോകുന്നത് 8ാം ക്ലാസ്സിലേക്കാണ്. 8 CBSE അല്ലേ? നമുക്കറിയാം 10ാം ക്ലാസ്സിൻ്റെ, അതായത് നമ്മുടെ ബോർഡ് എക്സാമിൻ്റെ പ്രധാനമായിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ബേസിക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ 8ാം ക്ലാസ്സിൽ നിന്നാണ്. 10ാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സൊക്കെ എങ്ങനെയാണ് നമ്മൾ പറയാറോ, ആസ് യു സ്റ്റഡീഡ് ഏർലിയർ എന്ന് പറയും. അതായത് നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചത് പ്രകാരം, എന്നിട്ട് നമ്മൾ ബാക്കി ടോപ്പിക്കുകൾ പറഞ്ഞിട്ടാണ് അവിടെ പോവുക. അപ്പോൾ 8ാം ക്ലാസ്സിൽ നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ അവിടെ നിങ്ങൾ വായും പൊളിച്ച് നിൽക്കേണ്ടി വരും അല്ലേ? അപ്പോൾ 8ാം ക്ലാസ് എന്ന് പറയുന്നത് ഹൈസ്കൂളാണ്, വലിയ ക്ലാസ് ആണ്, പഠിക്കാനുള്ള കാര്യങ്ങളും വലിയ വലിയ കാര്യങ്ങളാണ്. അവിടെ നമ്മൾ ഒരിക്കലും ഒരു ഉടായ്പും കാണിക്കരുത്, അടിപൊളിയായിട്ട് പഠിച്ചേക്കണം. അതുപോലെ തന്നെയാണ് വരാനിരിക്കുന്ന നമ്മുടെ 9th സ്റ്റാൻഡേർഡും. നമ്മൾ പഠിക്കുന്നതിൽ വെച്ച് ഏറ്റവും ടഫായിട്ട് നമ്മൾ സിലബസ് കവർ ചെയ്യുന്ന ഒരു ക്ലാസ് ആണ് നമ്മുടെ 9th സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആകെ മൊത്തം ടോട്ടൽ നമുക്ക് വരാൻ പോകുന്നത് ഇനി കഷ്ടപ്പാടിന് ദിവസങ്ങളാണ് അല്ലേ? നിങ്ങൾ യഥാർത്ഥ രീതിയിൽ അല്ലെങ്കിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് സ്കോറിൽ എത്താനും വളരെ ഈസിയാണ്. അപ്പോൾ നമ്മുടെ യോധ ബാച്ചിനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെടാം. നമ്മുടെ യോധ ബാച്ചിൽ യൂട്യൂബിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടാറുണ്ടല്ലോ, നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഓരോ ചാപ്റ്റേഴ്സും നമ്മൾ എടുക്കുന്നത് 1-2 മണിക്കൂറുകൾ മാത്രമായിട്ടാണ് അല്ലേ? എന്നാൽ നമ്മുടെ യോധ ബാച്ചിൽ നിങ്ങൾക്ക് ആ ചാപ്റ്റേഴ്സ് കിട്ടാൻ പോകുന്നത് 5-6 പാർട്ടുകളായിട്ടാണ്. ഓരോ ദിവസവും ഓരോ പാർട്ടുകളായിട്ട് കുറച്ച് ഭാഗം വളരെ ഇൻഡെപ്ത് ആയിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ഇനി അതുപോലെ തന്നെ ഈ 6 പാർട്ടുകൾ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ എക്സാം ഉണ്ടാകും. ആ ചാപ്റ്ററിൻ്റെ എക്സാം നമ്മൾ നമ്മുടെ ആപ്പിൽ എടുക്കും. അപ്പോൾ രാവിലെ 6 മണിക്കാണ് നിങ്ങളുടെ എക്സാം എങ്കിൽ വൈകുന്നേരം 6 മണിക്ക് നമുക്ക് അതിൻ്റെ ആൻസർ കീ ഡിസ്കഷൻ ഉണ്ടാകും. അപ്പോൾ ഈ ആൻസർ കീ ഡിസ്കഷൻ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയായിരുന്നു ഞാൻ എക്സാം എഴുതേണ്ടിയിരുന്നത്, എന്ത് കാര്യമായിരുന്നു ഞാൻ ശ്രദ്ധിക്കേണ്ടിയിരുന്നതുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഡൗട്ടുകൾ നിങ്ങളുടെ ടീച്ചേഴ്സിനോട് ചോദിച്ച് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ യോധ ബാച്ചിലുണ്ട്, ഇനിയുണ്ട് കേട്ടോ. ഇൻ ആപ്പ് കമ്മ്യൂണിറ്റി, അതുപോലെ തന്നെ ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും ഓരോ പാർട്ടിലെയും എന്താണ് ആ ടീച്ചർ എടുക്കുന്നത് എന്നുള്ള നോട്ട്സുകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നമ്മുടെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നോട്ടുകൾ നോക്കിയിട്ട് നിങ്ങൾക്ക് സൂപ്പറായിട്ട് പഠിക്കാൻ പറ്റും. അതുമാത്രമല്ല ഇൻസ്റ്റാ ലേൺ മൈൻഡ് മാപ്പ്, അതായത് ഓരോ ചാപ്റ്റേഴ്സിനെയും നമ്മൾ നോട്ട്സുകളാക്കിയിട്ട് നിങ്ങൾക്ക് തരികയാണ്. വളരെ കളർഫുൾ ആയിട്ടുള്ള നോട്ടുകളായിരിക്കും. മൈൻഡ് മാപ്പിനെ കുറിച്ച് ഓൾറെഡി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? നമ്മൾ പറയല്ലോ, ഒരു നമ്മുടെ ചാപ്റ്റർ ഇങ്ങനെ സെൻറ്ററിൽ വെക്കും, എന്നിട്ട് അതിൽ പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഒരു പേജിലാക്കി നിങ്ങൾക്ക് തരികയാണ്. അതാണ് നമ്മുടെ മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത്. ഇൻസ്റ്റാ ലേണിലാണെങ്കിൽ നമ്മുടെ ടോപ്പിക്കുകൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ അടങ്ങുന്ന ഒരു PDF ഫോമാറ്റാണ് നമ്മുടെ ഇൻസ്റ്റാ ലേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കിട്ടുന്ന ബാച്ചാണ് നമ്മുടെ യോധ ബാച്ച് കേട്ടോ. അപ്പോൾ ആരും തന്നെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പോയി മറന്നു പോകരുത്. ഇനി പറയാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് നമ്മുടെ പേൾ വീഡിയോസിനെ കുറിച്ച്. എന്താണ് പേൾ വീഡിയോസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് നമ്മുടെ ആപ്പിൽ പേൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാകും. ഈ പേളിൽ എന്താണെന്നറിയോ നിങ്ങൾക്ക്? നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സും മുൻകൂട്ടി നമ്മൾ അതിലെടുത്തിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ചാപ്റ്റർ വളരെ പെട്ടെന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നോക്കിയാൽ മതി. അതിൽ നമ്മൾ കുഞ്ഞു വീഡിയോസ് ആക്കിയിട്ട് ഓരോ ടോപ്പിക്കും അവിടെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. വളരെ സിമ്പിളായിട്ടുള്ള എക്സ്പ്ലനേഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കാനും പറ്റും. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള നമ്മുടെ ബാച്ചിൻ്റെ പേരാണ് യോധ ബാച്ച് എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ യോധ ബാച്ച് 3 പ്ലാനുകളാക്കി തരംതിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും അടങ്ങുന്ന ബാച്ചിൻ്റെ പേരാണ്, അല്ലെങ്കിൽ ആ പ്ലാനിൻ്റെ പേരാണ് ഇൻഫിനിറ്റി യോധ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഓൾറെഡി നിങ്ങൾ കേട്ടല്ലോ. ഇതിലേക്ക് എക്സ്ട്രാ ഒരു
ഫൗണ്ടേഷൻ ക്ലാസ്സും കൂടെ നമ്മൾ ആഡ് ചെയ്യും. അതായത് നമ്മൾ നീറ്റ് JEE പോലെയുള്ള എൻട്രൻസ് എക്സാമിന് വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങാം അല്ലേ. അല്ലാതെ നമ്മൾ +2 കഴിഞ്ഞിട്ട് വളരെ ഫാസ്റ്റായിട്ട് പെട്ടെന്ന് ഒരു ബാച്ചിൽ പോയി ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തന്നെ നമുക്ക് നീറ്റിനും JEEക്കൊക്കെ പഠിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലാസ്സും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും. അതിൻ്റെ പേരാണ് ഫാൽക്കൺ ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഫാൽക്കൺ ബാച്ചും കൂടെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളുടെ കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ പ്ലാനിൻ്റെ പേരാണ് ഇൻഫിനിറ്റി പ്രോ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഇതൊന്നും വേണ്ട, വെറും നമ്മുടെ ലൈവ് ക്ലാസ്സസും അതുപോലെ തന്നെ നമ്മുടെ ചാപ്റ്റേഴ്സിൻ്റെ എക്സാംസും നോട്ട്സും DPPസും ഇൻ ആപ്പ് കമ്മ്യൂണിറ്റി മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾക്കുള്ള പ്ലാനാണ് ബേസിക് പ്ലാൻ എന്ന് പറയുന്നത്. ബേസിക് പ്ലാൻ, ഇൻഫിനിറ്റി പ്രോ എന്നിങ്ങനെ 3 ആക്കിയിട്ടാണ് നമ്മുടെ പ്ലാനുകളെ നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. അപ്പോൾ പറയാനുള്ള കാര്യം, നമ്മളുടെ ഏപ്രിൽ 8 നമ്മൾ യോധ ബാച്ചിൽ നമ്മൾ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക. കാരണം തുടക്കത്തിൽ നമ്മൾ ബേസിക്സ് എല്ലാം കവർ ചെയ്തിട്ട് ഇത്രയും കാലം നിങ്ങൾ പഠിച്ചിട്ടില്ലേ എന്നുള്ളത് നമുക്ക് യാതൊരു പ്രശ്നമല്ല. ഇനി നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. അപ്പോൾ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നമ്മുടെ ബാച്ചിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ നമ്മുടെ യോധ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് കിഡിലൻ ഓഫർ കൂടിയുണ്ട്. ആ ഓഫർ കിട്ടാൻ വേണ്ടി നമ്മുടെ കൂപ്പൺ കോഡായിട്ടുള്ള XEF10 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ 10% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുമാത്രമല്ല, ജോയിൻ ചെയ്യുന്ന കുട്ടികളിൽ നിന്നും 5 പേരെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവർക്ക് സ്മാർട്ട് വാച്ചുകളാണ് ഗിഫ്റ്റുകളായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യുക. ബേസിക്സും കാര്യങ്ങളും ഒക്കെ സ്ട്രോങ് ആക്കി നമുക്ക് ഈ വർഷം അടിപൊളിയായിട്ട് യോധ ബാച്ചിനോട് കൂടെ പഠിക്കാം.